ഇന്ത്യൻ സിനിമാ ലോകത്ത് അടുത്ത കാലത്ത് ഏറ്റവും വലിയ ഹൈപ്പിൽ വന്ന ചിത്രമാണ് പുഷ്പ ടു ദ റൂൾ. പുഷ്പ ദ റൈസ് എന്ന സിനിമ 2021 പാൻ ഇന്ത്യൻ ഹിറ്റായിരുന്നു. ഇതിൻ്റെ രണ്ടാം ഭാഗത്തിന് അതേ പാൻ ഇന്ത്യൻ ലെവൽ വിജയം ഇരട്ടിയായി ആവർത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ പുഷ്പ ടു ദ റൂൾ അണിയറക്കാർ ഒരുക്കിയിരിക്കുകയാണ്. പുഷ്പരാജായി അല്ലു അർജുൻ തൻ്റെ സ്വാഗ് വീണ്ടും സ്ക്രീനിൽ അസാധാരണമായി തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. ആക്ഷൻ രംഗങ്ങൾ മുൻ ചിത്രത്തെ അപേക്ഷിച്ച് ഡബിൾ ഡോസിലാണ് സംവിധായകൻ സുകുമാർ വികസിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ആൻറ്റി ഗ്രാവിറ്റി ആക്ഷനുകൾ ഏറെയാണ് ഈ ചിത്രത്തിൽ. അല്ലു അർജുൻ്റെ ആക്ഷൻ പരിവേഷത്തിന് പുറത്ത് ക്ലൈമാക്സിൽ അടക്കം ഇമോഷൻ രംഗങ്ങളിലും താരം തൻ്റെ കഴിവ് തെളിയിച്ചെന്ന് തന്നെ പറയാം. ഫഹദ് ഫാസിൽ വില്ലൻ വേഷത്തിൽ മുൻഭാഗത്തെ അപേക്ഷിച്ച് നീണ്ട ടൈം സ്ക്രീൻ സ്പേസ് പങ്കിടുന്നുണ്ട്. അല്ലു അർജുനുമായി ഫഹദിന് മുഖ്യമായി 2 സീനുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും മത്സരിച്ചുള്ള അഭിനയം തന്നെ ഫഹദ് കാഴ്ചവെക്കുന്നുമുണ്ട്. രശ്മിക മന്ദാനയുടെ ശ്രീവല്ലി എന്ന റോളിനും മുൻഭാഗത്തെ അപേക്ഷിച്ച് വലിയ പ്രാധാന്യം ചിത്രത്തിൽ നൽകുന്നുണ്ട്. ഈ സിനിമ ശരിക്കും 3 ഭാഗങ്ങളായി നമുക്ക് തിരിക്കാം. ചിറ്റൂർ ജില്ല അടക്കി വാഴുന്ന വ്യക്തിയായി പുഷ്പ എന്ന പുഷ്പരാജ് മാറിക്കഴിഞ്ഞു. ആദ്യ രംഗത്തിൽ തന്നെ പുഷ്പ സ്ക്രീനിലെത്തുന്നു. ആക്ഷൻ രംഗത്തോടെയാണ് ആരംഭം, അതും ജപ്പാനിൽ. അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളിൽ നിന്നും പിന്നീട് നേരെ കഥ പോകുന്നത് ഒന്നാം ഭാഗത്തിൻ്റെ തുടർച്ച എന്ന നിലയിലാണ്. പുഷ്പരാജ് എന്ന അല്ലു അർജുൻ്റെ ക്യാരക്ടറും ഷെഖാവത്ത് എന്ന ഫഹദ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറും തമ്മിലുള്ള വൈരത്തിൻ്റെ മൂർത്തമായ സീനുകളും, ഒപ്പം പുഷ്പ എന്ന ഫാമിലി മാനും അതിൽ ഭാര്യയായ ശ്രീവല്ലിയുടെ ഒരു ആഗ്രഹവും അതിൻ്റെ പൂർത്തീകരണവും, അവസാനം തൻ്റെ ഐഡൻറ്റിറ്റി കണ്ടെത്തുന്ന പുഷ്പയും, ഇങ്ങനെ 3ആയി ഈ സിനിമയെ നമുക്ക് തരംതിരിക്കാം. പുഷ്പ പാർട്ട് 1 ആസ്വദിച്ചവരെ മടുപ്പിക്കാത്ത ഒരു ചലച്ചിത്ര അനുഭവം പുഷ്പ 2 നൽകുന്നുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ പാൻ ഇന്ത്യ സിനിമാ രംഗത്ത് പിന്തുടരുന്ന തുടർഭാഗമെന്ന പതിവ് പുഷ്പ 2ഉം തുടരുന്നു. അടുത്തത് പുഷ്പ 3 റാംപേജ് ആണെന്ന് ഉറപ്പിച്ചാണ് ചിത്രം അവസാനിക്കുന്നത്. പുഷ്പ എന്ന ചിത്രത്തിൽ കോർ ആയിരിക്കുന്ന വിഷയം പുഷ്പയുടെ ഐഡൻറ്റിറ്റിയാണ്. ചെറുപ്പകാലം തൊട്ട് വീട്ടുപേരെന്തെന്ന ചോദ്യത്തിലാണ് പലപ്പോഴും പുഷ്പ തലതാഴ്ത്തിയത്. അത് നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് പുഷ്പയെ എത്തിക്കുന്ന തരത്തിൽ ഒരു തിരക്കഥയാണ് ചിത്രത്തിനായി സംവിധായകൻ സുകുമാർ ഒരുക്കിയിരിക്കുന്നത്. അതിനപ്പുറം ചിത്രം വലിയൊരു വാണിജ്യ വിജയ ഘടകങ്ങളാൽ മനോഹരമായി തന്നെ തയ്യാറാക്കിയിരിക്കുന്നു. ദേവി ശ്രീപ്രസാദാണ് ചിത്രത്തിൻ്റെ സംഗീതം. ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ ഗംഭീരമായി വന്നിട്ടുണ്ട്. മലയാളം വരികളുള്ള ഗാനമടക്കം തിയേറ്ററിൽ ഓളം തീർക്കുന്നുണ്ട്. ശ്രീലീലയുടെ നൃത്തം ഉൾപ്പെട്ട ഗാനം വൈബായി തന്നെ അനുഭവപ്പെടും. പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീയും മരിച്ചു. ദാരുണ സംഭവം. അല്ലു അർജുനെ കാണാൻ ആളുകൾ ഒഴുകിയെത്തിയോടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വരെ വീശുകയുണ്ടായി. ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലാണ് തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിച്ചത്. ഹൈദരാബാദ് ദിൽഖുഷ് നഗർ സ്വദേശിനി രേവതിയാണ് മരിച്ചത്. ഭർത്താവ് ഭാസ്കറിനും മക്കളായ തേജിനും സാൻവിക്കുമൊപ്പമാണ് സന്ധ്യ തിയേറ്ററിൽ രേവതി പ്രീമിയർ ഷോ കാണാനെത്തിയത്. തിക്കിലും തിരക്കിലും പെട്ട് വീണുപോയ രേവതിക്ക് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം എത്തി CPR നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.